ഫസ്റ്റ് ഉള്ളത് വേണമെങ്കിൽ ഒന്ന് പറയാം, നോക്കാം. എ caterpillar is trying to climb at a 50-meter tall tree. During the day it climbs 5 meter. At night it sleeps and come down by 4 meter. In how many days will the caterpillar reach the top of the tree? ആണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അത് 11 days ആണ് അല്ലേ? 11 days ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. ദെൻ ഇനി ആർക്കും അത് ഡൗട്ട് ഇല്ലല്ലോ എങ്ങനെയാണെന്ന്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ detail ആയിട്ട് പറഞ്ഞതാണ്. Okay, then second one, a train is going from Delhi to Lucknow. During its journey it has to cross a tunnel. The tunnel is 1 kilometer long. If the train is 500 meter long and is traveling at an average speed of 1 kilometer per minute, and if the train, how much time will the train take to cross the tunnel? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? 1 കിലോമീറ്റർ ലോങ് ഉള്ള ടണൽ ക്രോസ് ചെയ്യാനുണ്ട്. ദെൻ ട്രെയിനിന്റെ നീളം 500 meters ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന് എത്ര ടൈം വേണം ടണൽ ക്രോസ് ചെയ്യാൻ എന്നുള്ളതാണ്. 1 മിനിറ്റിൽ ആ ട്രെയിൻ 1 കിലോമീറ്റർ ക്രോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ നീളവും ആകെയുള്ള ടണലിന്റെ നീളവും കൂടിയിട്ട് 1.5 മിനിറ്റ് വേണം ട്രെയിനിന് ക്രോസ് ചെയ്യാൻ വേണ്ടി. നമ്മളത് പറഞ്ഞു. ദെൻ Mary took 80 minutes to read a story and her friend Susan took an hour and 20 minutes to read the same story. Who reads faster? Both are the same എന്നാണ് നമ്മൾ എഴുതിയ ആൻസർ. ബിക്കോസ് 1 hour and 20 minutes എന്ന് പറയുന്നത് എത്രയാണ്? 80 മിനിറ്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ 80 മിനിറ്റ് ആണ് എത്ര? 1 മണിക്കൂറും 20 മിനിറ്റും എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 മണിക്കൂർ എത്രയാണ്? 60 മിനിറ്റ് ആണ്. 60 + 20 80 മിനിറ്റ് ആണ്. സോ both are read at the same time എന്നാണ് ആൻസർ പറഞ്ഞത്. Then fourth, understand the pattern of letters and numbers. Which number should come in the boxes? ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് നമ്മുടെ ക്ലാസ് കട്ടായത് അല്ലേ? നോക്കാം നമുക്ക്. അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഈ ലെറ്റേഴ്സിന്റെയും നമ്പേഴ്സിന്റെയും പാറ്റേൺ എന്ത് ചെയ്യുക? നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദെൻ വിച്ച് നമ്പർ ഷുഡ് കം ഇൻ ദ ബോക്സസ്. അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബോക്സസിൽ ഏത് ആൻസർ ആണ് വരിക എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എത്ര പേര് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ചെയ്തിട്ടുണ്ടോ അത്? യെസ്, ഫൈൻ. ദെൻ നോക്കാം നമുക്ക്. ആദ്യത്തെ റോയിൽ എന്തുണ്ട്? CJPVY എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ താഴെ എന്താണുള്ളത്? നമ്പേഴ്സ് ആണ്. 24, 17, 11, 5. ദെൻ അവിടെയുള്ള കോളം ബ്ലാങ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ആൻസർ ആണ് വരിക? ഓക്കെ, അശ്വിന് ഏത് ആൻസർ ആണ് കിട്ടിയത്? അശ്വിൻ 2. എങ്ങനെയാണ് 2 കിട്ടിയത്? എങ്ങനെയാണ് 2 ആൻസർ കിട്ടി? വെറുതെ ആൻസർ കിട്ടില്ലല്ലോ, അതിനൊരു റീസൺ ഉണ്ടാവില്ലേ? എങ്ങനെയാണ് 2 കിട്ടിയത്? ആർക്കാണ് പറയാൻ പറ്റുക 2 എങ്ങനെയാണ് കിട്ടിയതെന്ന്? എങ്ങനെയാണ് കിട്ടിയത്? ഓക്കെ, എബിൻ പറയുമോനെ, എങ്ങനെയാണ് 2 കിട്ടിയത് ആൻസർ? അത്രയും സിമ്പിൾ ആണത്, കുറച്ച് തിങ്ക് ചെയ്യാനുണ്ട്. ദെൻ ഈസി ആണ്. എബിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വേറെ ആർക്കും കിട്ടിയിട്ടില്ല? ഓക്കെ ഓക്കെ, ഷെഫി എങ്ങനെയാണ് മോളെ? 5 വെച്ച് 7 വെച്ച് എങ്ങനെയാണ്? 7 വെച്ച് എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ അത് ആൻസർ ആവും? അങ്ങനെയല്ലല്ലോ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും പറയാൻ? ക്രിസ്റ്റി സിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മോനെ, മിസ്സിന് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് അത് 2 കിട്ടുകയെന്ന്? ഇപ്പൊ മറന്നുപോയോ ക്രിസ്റ്റി? ഓക്കെ, ABCD എന്താണ്? ഓക്കെ, ഓക്കെ ലിസൺ. എങ്ങനെയാണെന്ന് വെച്ചാൽ
ആൽഫബറ്റിക് ഓർഡറിൽ ഉള്ള, അതായത് എ എന്ന് വെച്ചാൽ ആൽഫബറ്റിക്സിൽ എത്രാമത്തെ നമ്പറാണ്, എത്രാമത്തെ ലെറ്റർ ആണ്? ഒന്നാമത്തെ ആണ് അല്ലേ എ. ബി 2, സി 3, ഡി 4. അങ്ങനെയാണെങ്കിൽ ABCD എന്നുള്ള ഓർഡറിൽ അത് ബാക്ക് വൈസ് വരുമ്പോഴാണ് എന്ത് വരിക? 2 വരിക. അതായത് WXYZ, Z ആണ് ലാസ്റ്റത്തെ ലെറ്റർ അല്ലേ? നമ്മളപ്പോ അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുകയാണ്. Z 1, Y 2, W അങ്ങനെ X, അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് എണ്ണുമ്പോൾ രണ്ടാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയാണ് ഇവിടെ ഓരോ ആൽഫബറ്റിക്സിനും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ C 24ാമത്തെ ലെറ്റർ ആയിരിക്കും അല്ലേ? ദെൻ 25ാമത്തെ B വരും, 26ാമത്തെ A വരും. അങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നിന്നല്ലേ, ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് നമ്മൾ ആൽഫബറ്റിക്സിന് എണ്ണുമ്പോഴാണ് Y എത്ര വരിക? 2 വരിക. Z എത്രയാണ്? 1, Y 2, X 3. അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണെന്ന്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. C 24ാമത്തെ ലെറ്റർ ആണ് ബാക്കിൽ നിന്ന് എണ്ണുമ്പോൾ. നിങ്ങൾ വേണമെങ്കിൽ എണ്ണി നോക്കുക. J 17ാമത്തെ ലെറ്റർ ആണ് ബാക്കിൽ നിന്ന് വരുമ്പോൾ. അങ്ങനെ Z തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ Y രണ്ടാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയാണ് അത് ആ പാറ്റേൺ പോകുന്നത്. ക്ലിയർ ആയോ? ദെൻ അതിൽ തന്നെ വേറെ ഉണ്ട് അല്ലേ, DKOTZ. അങ്ങനെയാണെങ്കിൽ അതിലിതാ, അതിൽ ഫസ്റ്റ് തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ A 1, B 2, C 3, D 4 അവിടെ കൊടുത്തിട്ടുണ്ട്. K 11, 11th നമ്പർ ആണ്, 11th ലെറ്റർ ആണ് K. അങ്ങനെയാണെങ്കിൽ T എത്രാമത്തെ ആണ് എന്നാണ്. എങ്ങനെയാണ് കൃപ? ആൽഫബറ്റിക് ലെറ്ററിൽ മുൻപോട്ട്. ഓക്കെ, ആൽഫബറ്റിക് ലെറ്ററിൽ നേരെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴാണ് എങ്ങനെ വരിക? 20. എത്രയാണ് അപ്പൊ ആൻസർ? 20 വരിക. T എത്രാമത്തെ ലെറ്റർ ആണ്? 20th അല്ലേ, T. ദെൻ Z 26. അങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത്. ഒന്ന് എങ്ങനെയാണ്? Z തൊട്ട് നമ്മൾ പുറകിലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ Y 2 കിട്ടും. Y = 2. ആൻഡ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ A തൊട്ട് കൗണ്ട് ചെയ്യുമ്പോൾ T 20th ലെറ്റർ. അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ പോകുന്നത്. ക്ലിയർ? മനസ്സിലായോ? യെസ്. ദെൻ ജസ്റ്റ് എ സെക്കൻഡ്. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി 5th വൺ ആണുള്ളത്. വിച്ച് നമ്പേഴ്സ് ഷുഡ് കം ഇൻ ദ ബോക്സ്? അവിടെ എന്താണ്? കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു നമ്പർ മാത്രം എന്താണ്? മിസ്സിംഗ് ആണ്. ബാക്കിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ മിസ്സിംഗ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് അവിടെ കൗണ്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ആ നമ്പേഴ്സ് കിട്ടുന്നത് എന്നുള്ളതാണ്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ? കിട്ടിയിട്ടുണ്ടോ? നോ. ഓക്കെ, ക്രിസ്റ്റി എങ്ങനെയാണ് മോനെ? കിട്ടിയിട്ടുണ്ടോ? എത്രയാണ് ആൻസർ? 6 ആണോ? എങ്ങനെയാണ് 6 കിട്ടിയത്? 2, 4, 6. ഇങ്ങനെയാണ്. നോ. ദെൻ അശ്വിൻ എങ്ങനെയാണ്? അശ്വിൻ 0 അല്ല, 6 ആണ് ആൻസർ. നമ്മുടെ ക്രിസ്റ്റി പറഞ്ഞ പോലെ 6 ആണ് ആൻസർ. അതെങ്ങനെയാണ് 6 വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ കിട്ടിയ ആൾക്കും 6 എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടില്ല. ആദിദേവ്, സൂര്യദേവ് ആർക്കും കിട്ടിയിട്ടില്ലേ? രണ്ടുപേർക്കും ഒന്നും കിട്ടിയിട്ടില്ല? ഓക്കെ, വേറെ ആർക്കും? അൽന കിട്ടിയിട്ടില്ലേ മോളെ? നോ. ദേവാഞ്ജന ആർക്കും ഇല്ല? ആഗ്നസ്, ഫെഡ്രിൻ കിട്ടിയിട്ടുണ്ടോ? വല്ലതും നോക്കിയിട്ടേ ഉണ്ടാവില്ല ഫെഡ്രിൻ അല്ലേ? നോക്കാതെ കിട്ടില്ല ഫെഡ്രിൻ. ഓക്കെ, ആൻസർ 6 ആണ്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ
ഫസ്റ്റ് റോയിലെ നമ്പേഴ്സ് ഒക്കെ നോക്കാം. 8, 1, 3, 6 അങ്ങനെയാണ് നമ്പേഴ്സ് ഉള്ളത്. Then താഴേക്ക് നോക്കുകയാണെങ്കിൽ 8, 3, 2, 5 അങ്ങനെയുണ്ട് അല്ലേ. ദെൻ ആ നമ്പേഴ്സ് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 8 + 1 + 3 + 6 ഒന്ന് കൗണ്ട് ചെയ്തേ. ആ 8 + 1 + 3 + 6 = ചെയ്യുക. ദെൻ നേരെ താഴോട്ട് റോയിലെയും കോളത്തിലെയും നമ്പേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അൽനിക്ക് 20 ആണോ കിട്ടിയത്? അൽന 8 + 1 + 3 + 6 20 ആണോ? ദേവാഞ്ജന എത്രയാണ് മോളെ? 18. ഓക്കെ. ദെൻ നേരെ റോ 18 ആണ് അതിന്റെ സമ്മ് വരുന്നത്. ദെൻ താഴോട്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 8 + 3 + 2 + 5 കൗണ്ട് ചെയ്ത് നോക്കിയേ. അങ്ങനെ ഓരോ റോയും ഓരോ കോളവും കൗണ്ട് ചെയ്ത് നോക്കുക. എത്രയാണ്? 18. എത്രയാണ് ഫെഡറിൻ? 18. എങ്ങനെ കൗണ്ട് ചെയ്താലും എത്രയാണ് ആൻസർ കിട്ടുക? 18 ആണ് കിട്ടുക. അതായത് നിങ്ങൾ ഇനി നെക്സ്റ്റ് കോളത്തിലെ നമ്പേഴ്സിന്റെ സമ്മ് കാണുക. അതായത് 3 + 9 + 4 + 2 ചെയ്താലും 18 ആണ് കിട്ടുക. ദെൻ അത് താഴെ കോളം വൈസ് നിങ്ങൾ കൗണ്ട് ചെയ്താലും എത്ര കിട്ടും? 18 കിട്ടും. എങ്ങനെ പ്ലസ് ചെയ്താലും എങ്ങോട്ട് നോക്കിയാലും അതിന്റെ ആൻസർ 18 ആണ് വരിക. റോയിലെ നമ്പേഴ്സും കോളത്തിലെ നമ്പേഴ്സും കൗണ്ട് ചെയ്താൽ അല്ലെങ്കിൽ അത് പ്ലസ് ചെയ്താൽ അതിന്റെ സമ്മ് എത്രയായിരിക്കും? 18 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കോളവും ലാസ്റ്റ് റോയിലെ നമ്പേഴ്സും നമ്മൾ കൗണ്ട് ചെയ്താൽ എത്ര കിട്ടണം? 18 കിട്ടണം. അതാണ് അതിന്റെ പാറ്റേൺ. നമുക്കിപ്പോ നോക്കാം. താഴെ 5 + 3 + 4 എന്ന് കൊടുക്കുക. എത്ര കിട്ടും? 5ഉം 3ഉം എത്രയാണ്? 8. 8ഉം 4ഉം 12 ആണ് അല്ലെ. 12ന് കൂടെ എത്ര കൂട്ടിയാലാണ് ഇനി അത് 18 ആവുക? 18 കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 6 കൂട്ടണം അല്ലേ. അപ്പൊ 6 ആണ് ആൻസർ കേട്ടോ. 6 ആണ് അവിടെ എഴുതേണ്ടത്. എങ്ങനെ നമ്മളത് സമ്മ് ചെയ്താലും 18 കിട്ടണം. അതാണ് അതിന്റെ മെത്തേഡ്. അപ്പോ എങ്ങനെയാണ്? So 6 ആണ് ആൻസർ. 8 + 1 + 3 + 6 18 ആണ്. 8 + 3 + 2 + 5 18 ആണ്. 9 + 3 + 4 + 2 = 18 ആണ്. ആൻഡ് 2 + 5 + 7 + 4 = 18. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കിട്ടേണ്ടത് എത്രയാണ്? 5 + 3 + 4 + എത്ര വരും? 12 വരും. ദെൻ 12 + 6 ആണ് 18 വരിക. മനസ്സിലായോ? എങ്ങനെ അതിനെ നമ്മൾ കൗണ്ട് ചെയ്താലും 18 കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കോളത്തിലും നമ്മൾ 18 കിട്ടണമെങ്കിൽ 6 ആണ് പ്ലസ് ചെയ്യേണ്ടത്. മനസ്സിലായോ അൽന? എങ്ങനെയാണെന്ന് മനസ്സിലായോ? ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ? നോ. അശ്വിൻ, ഏഞ്ചൽ പല്ല് തേക്കുന്നതേ ഉള്ളൂ അല്ലേ? ഏഞ്ചൽ ഉറങ്ങിയിട്ട് പല്ല് തേക്കാണോ ഏഞ്ചൽ? Okay, then 6th, what should be multiplied by the greatest 4-digit number so that the answer is 0? എന്താണെന്ന് മനസ്സിലായോ? What should be multiplied by the greatest 4-digit number so that the answer is 0? ഏറ്റവും വലിയ 4-digit നമ്പറിനോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും എന്നാണ്. കിട്ടിയോ കൃപ ആൻസർ? 0. Then സൂര്യദേവ് എന്താണ് ആൻസർ? 9999. 9999 is the greatest 4-digit number. ഏറ്റവും വലിയ 4 അക്കമുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്?
999 ആണ് അതിന്റെ എന്താണ് ഏറ്റവും 4 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്പർ. ദെൻ അതിനോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും എന്നുള്ളതാണ് ആൻസർ. എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പൊ കൃപ 0 ആണ് പറഞ്ഞത്. 0 ശരിയാണോ സൂര്യദേവ്? ശരിയാണ്. ആണോ ദേവാഞ്ജന? ഓക്കെ. 9999 into 0 ഒന്ന് ചെയ്തു നോക്കിയേ, കറക്റ്റ് ആണോ നോക്കാലോ. 49 into 0 9999 49 999 അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ. അതിനോട് 0 മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? ശരിയാണോ ദേവാഞ്ജന? ഓക്കെ, ശരിയാണല്ലേ? ആൻസർ ശരിയാണ്. 9999 into 0 ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? 0 തന്നെയാണ്. സോ അത് കറക്റ്റ് ആൻസർ ആണ്. 0 ആണ് അവിടെ എഴുതേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ദെൻ അത് നമ്മൾ ഫിനിഷ് ചെയ്തു. ദെൻ അതിൽ ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ? നോ. സിമ്പിൾ ആണ്. ഒന്ന് ഇമാജിൻ ചെയ്താൽ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ. Then our next portion 209 all together 209 all together. Groups of animals are known by special names. Match the animals to their group names. അറിയാമോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിന് നമ്മൾ എല്ലാ ആനിമൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ പേര് പറയും. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കാണോ അത് പഠിക്കാനുണ്ടായിരുന്നത് ഫസ്റ്റ് സെമ്മില്? ഉണ്ടായിരുന്നോ? ആർക്കോ ഉണ്ട് അത്. എന്താണ്? ഗ്രൂപ്പ്സ് ഓഫ് ആനിമൽസ് ആർ നോൺ ബൈ സ്പെഷ്യൽ നെയിം. മാച്ച് ദ ആനിമൽസ് ടു ദെയർ ഗ്രൂപ്പ് നെയിംസ്. അവിടെ ഓരോ ഗ്രൂപ്പിൽ എന്തുണ്ട്? ഓരോരോ ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കൂട്ടം ഈ ആനിമൽസിനെ, ഇപ്പൊ ക്യാറ്റ്, ഫസ്റ്റ് വൺ എന്താണ്? ക്യാറ്റ് ആണ്. ക്യാറ്റിന്റെ കുറെ ക്യാറ്റ് ഉണ്ട് അല്ലേ അവിടെ? അതിന് നമ്മൾ എന്താ പറയാ? ഒരു കൂട്ടം പൂച്ചകൾ അവിടെ ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ ജനറലൈസ് ചെയ്ത് ഒരു പേര് പറയണം അല്ലെ? അത് എന്ത് പേരാണ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ കുറെ നെയിമും കൊടുത്തിട്ടുണ്ട്. ഹേർഡ്, ഫ്ലോക്ക്, ക്ലറ്റർ, ബ്രോഡ്, പ്രൈഡ്, സ്വാം എന്ന് ഇങ്ങനെ കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? കുറെ പൂച്ചകൾ ഉണ്ട് അവിടെ. എ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ്. ഗ്രൂപ്പ് ഓഫ് ക്യാറ്റിന് നമ്മൾ എന്താണ് പറയാ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ് എബിൻ? Clutter. Yes, that is clutter. Okay. A group of catന് നമ്മൾ clutter എന്നാണ് പറയാ. അപ്പോ ആ ക്യാറ്റിനെ ക്ലറ്റർ എന്ന് എഴുതിയതുമായിട്ട് എന്ത് ചെയ്യാ? നല്ലൊരു ലൈൻ വരച്ച് മാച്ച് ചെയ്യാ. ഓക്കെ. ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ് ഈസ് കോൾഡ് ക്ലറ്റർ. ഓക്കെ. നിങ്ങൾ ജികെയുടെ നോട്ടിലേക്ക് പറയുന്നതൊക്കെ എഴുതുന്നുണ്ടല്ലോ അല്ലേ? പോർഷൻ കഴിയുമ്പോൾ പറയുന്നതൊക്കെ ജികെയുടെ നോട്ടിലേക്ക് എഴുതുന്നില്ലേ? ലാസ്റ്റ് എന്താണ്? റീഡിംഗ് റൂമിലെ ഓതേഴ്സിന്റെ പേരും അവരുടെ ബുക്കിന്റെ പേരും എഴുതിയോ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അതാണ്. അത് എഴുതിയോ? ഓതേഴ്സിന്റെ പേര്, അവരുടെ ബുക്കിന്റെ പേര് എഴുതുക കേട്ടോ. കേട്ടോ ദേവാഞ്ജന? എഴുതാത്തവർ എന്ത് ചെയ്യാ? എഴുതിയോ മോളെ? ഓക്കെ. ദെൻ എഴുതാത്തവർ എന്ത് ചെയ്യാ? കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ടീച്ചേഴ്സ് ഹൗസ് വിസിറ്റിന് വരുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരും, എന്തായാലും വരും. അപ്പോൾ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ചെയ്യാതിരിക്കാൻ വേണ്ടി പാടില്ല. വരുന്നു എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. വരുന്നുണ്ട്. അപ്പോൾ നോട്ടും ഒന്നും കംപ്ലീറ്റ് അല്ല എങ്കിൽ അപ്പോഴാണ് വിധം മാറാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. നമുക്ക് നോക്കാം.
അപ്പോ എ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ് ഈസ് ക്ലറ്റർ. ഇനിയിപ്പോ എന്ത് ചെയ്യാ, ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോ എങ്ങനെ എഴുതാം? എ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ് അല്ലെ എന്ന് എഴുതുക. ദെൻ അത് സെന്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. എ ഗ്രൂപ്പ് ഓഫ് ക്ലാറ്റ് ഈസ് കോൾഡ് ക്ലറ്റർ. ദെൻ എ ഗ്രൂപ്പ് ഓഫ് എലിഫന്റ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് അത് സെന്റൻസ് വൈസ് തന്നെ എഴുതാം. സിമ്പിൾ ആണ്. ഒരു GK-യുടെ ഒരു പോർഷൻ കഴിഞ്ഞാൽ അതിൽ എഴുതാനുള്ളത് എന്താണ്? വളരെ കുറച്ച് മാത്രമാണ് എഴുതാനുള്ളത് അല്ലേ? മറ്റ് സബ്ജക്റ്റിനെ പോലെ എന്താണ് ക്വസ്റ്റ്യനും ആൻസറും വലിയ പാരഗ്രാഫും ഒന്നും എഴുതാനില്ല. സിമ്പിൾ ആയിട്ട് ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് അശ്വിൻ? ഏതാണ് on a world tour? Okay, reading the clues and write the names of countries. Choose from the boxes. ഓക്കെ, അത് എഴുതുക. എന്താ വെച്ചാൽ ഉണ്ടല്ലോ, ജർമ്മനി എന്നെഴുതി കൺട്രീന്റെ പേര് എഴുതുക, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ കാര്യങ്ങളുടെ പേര് എഴുതുക നോട്ട്ബുക്കിലേക്ക്. ബിക്കോസ് നിങ്ങൾക്ക് ഇതൊക്കെ എക്സാമിന് വരുന്നതാണ് അല്ലെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ മാച്ച് ദ ഫോളോയിങ്ങോ ഒക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തായാലും അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ദെൻ റീഡിംഗ് റൂമും അങ്ങനെ തന്നെയാണ് അശ്വിൻ. ഓതറിന്റെ പേര് എഴുതുക, ബുക്കിന്റെ പേര് എഴുതുക. ഓൺ എ വേൾഡ് ടൂറിൽ ആ കൺട്രീന്റെ പേര് എഴുതുക, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിലെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ അത് പഠിക്കുള്ളൂ. അപ്പൊ എക്സാമിന് ഇതൊക്കെ വരുന്നതാണ്. ഓക്കെ, വേറെ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ അശ്വിൻ? ക്ലിയർ? ഓക്കെ, ദെൻ നോക്കാം നമുക്ക് അല്ലെ. നമ്മള് ക്യാറ്റിന്റെ പറഞ്ഞു, എ ഗ്രൂപ്പ് ഓഫ് cat is called clutter. Then second one, a group of elephants. എന്താണ് അതിന്റെ ആൻസർ? ഗ്രൂപ്പ് ഓഫ് എലഫന്റിന് നമ്മൾ എന്ത് പറയും? എന്താണ് കൃപ? herd. Okay, a group of elephant is called herd. HERD, herd. അതുമായിട്ട് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് എലഫന്റ് ഈസ് കോൾഡ് herd. And third, a group of lion. അതെന്താണ്? ലയൺ ആണ് അല്ലേ? എ ഗ്രൂപ്പ് ഓഫ് ലയൺ എന്താണ്? എന്താണ് അൽന? യെസ്, പ്രൈഡ്. പ്രൈഡ് ആണ് ആൻസർ. അപ്പൊ പ്രൈഡുമായിട്ട് എന്ത് ചെയ്യാം? വരച്ച് മാച്ച് ചെയ്യാം. എ ഗ്രൂപ്പ് ഓഫ് ലയൺ ഈസ് കോൾഡ് പ്രൈഡ്. ആൻഡ് ഫോർത്ത്, എ ഗ്രൂപ്പ് ഓഫ് പിജൺ. കുറെ പ്രാവാണ് അല്ലേ അവിടെ ഉള്ളത്. എ ഗ്രൂപ്പ് ഓഫ് പിജൺ ഈസ് കോൾഡ് എന്താണ്? ഓക്കെ, എന്താണ് അശ്വിൻ? flock. Yes, a group of pigeon is called a flock. Then എന്താണ്? ഹണി ബി ആണല്ലേ ഇത്? ബി ആണല്ലേ? ഫിഫ്ത്ത് വൺ എന്താണ് അതിന്റെ ആൻസർ? എന്താണ് ആദിദേവ്? Swam. Yes, swam. A group of bee is called swam. Then sixth one, a group of hen. ഇവിടെ കുറേ ആരുണ്ട്? കോഴികളുണ്ട് അല്ലേ? എന്താണ് ഈ ബിൻ? ലാസ്റ്റ് വൺ ഒന്ന് മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണത്? Broad. Yes, that is broad. Okay, അപ്പോ ഫസ്റ്റ് വൺ ക്യാറ്റ് ക്ലറ്ററിലേക്ക് മാച്ച് ചെയ്തു. എലിഫന്റ് ഹേർഡ്, ലയൺ പ്രൈഡ്, പിജൺ ഫ്ലോക്ക്, ബി സ്വാം, ഹെൻ ബ്രൂഡ്. ഓക്കെ, ക്ലിയർ? ചെയ്തോ? Then we construct house. നെക്സ്റ്റ് പേജിലുള്ള we construct house എന്നുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അതെന്താണ് എന്നുള്ളത് പറയാം. These people work together to build a house. Write who they are. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആൾക്കാരൊക്കെ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ അവരുടെ എന്താണ് ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആരാണ് എന്നുള്ളത് അത് നമ്മൾ ഫൗണ്ട് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് വൺ നോക്കാം. ഐ മേക്ക് സ്കെച്ചസ് ടു ബിൽഡ് ഹൗസസ്. ഐ ആം എ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ വീടിന് വേണ്ടി സ്കെച്ചസ് ഉണ്ടാക്കുന്നു. എന്താണ്? വീടിന്റെ പ്ലാൻ ഒക്കെ റെഡിയാക്കുന്നത്. ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അതുപോലെ അത് മുഴുവൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും സ്ഥിരമായിട്ട് ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ദെൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാതിരി
ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മുടെ ടൈം കഴിയാൻ പോവാണ്. നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഈ വി കൺസ്ട്രക്ട് ഹൗസും ലാർജസ്റ്റ് ഹയസ്റ്റ് ലോങ്സ്റ്റ് കോൾഡസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് പോർഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ്. ഡൗട്ട് ഇല്ലല്ലോ മൈൻഡ് ബോഗ്ലേഴ്സിലും ദെൻ എന്താണ് ഓൾ ടുഗദറിലും ഒന്നും ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ചോദിക്കണം. നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ GK ക്ലാസ്സിൽ വീക്കിലി വൺസ് ആണ് ഉള്ളത്. ആ ദിവസം തന്നെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതുക. വളരെ കുറച്ച് മാത്രമേ GK ഒക്കെ എഴുതാനുള്ളൂ. ഓക്കെ, ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. ബൈ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അതൊക്കെ ഹോംവർക്ക് ആയി ചെയ്തിട്ട് വരിക. ചെയ്തിട്ട് ഇന്ന് തന്നെ സെൻഡ് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, ബൈ.